നിൽക്ക്. നിങ്ങൾ എന്ത് പറ്റാ എന്റെ ഒലക്കേ പോവില്ല. ഏത് ഭാഷയാണെന്ന് എനിക്കറിയാം നല്ലോ. എന്താ ചെയ്യുക? നീ എന്താ ചെയ്യുക? കാണിച്ചാള് അകത്ത് കയറി അങ്ങോട്ട് ചീത്ത പറയേണ്ടി വരും. നീ റെക്കോർഡ് ചെയ്ത് ഒലക്കേ നോക്ക്. ഓടെ ആ അല്ലാണ്ട് ഇതിനെ എന്താ ഒലക്കാ വിളിക്കണ്ടേ? എന്താ വിളിച്ചാ നീ ഉണ്ടാക്കൂ? ഇല്ല, നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാ പറയുന്നത്. ആ ആടെ നോക്ക് ചെല്ലി. എന്റെ വഴി തടയാൻ ആർക്കും സ്വാതന്ത്ര്യം. എന്റെ തീരുമാനം എടുക്കില്ല. എന്റെ വഴി തടയാൻ ലോകത്തിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല. എനിക്ക് പോകണം. എനിക്ക് പോകണം. ഇല്ല എനിക്ക് പോകണം. നമ്മളെ കഞ്ഞി കുടിക്കാൻ നിങ്ങളെ കഞ്ഞി കുടിക്കാൻ നമ്മൾ വിടൂല. ഇല്ല 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 വഴി മാറ്റി. എനിക്ക് പോകണം. വഴി മാറ്റി. വിടൂല. എന്നെ തന്നെയായിരിക്കും. ഇങ്ങോട്ട് നിൽക്കുന്ന അങ്ങോട്ട് നിൽക്ക്. എന്തിനാ ഇങ്ങനെ അങ്ങോട്ട് നിൽക്ക്. എന്തിനാ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇരുന്ന് ചവിട്ടി മരിച്ചിട്ട് പോകില്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളുടെ പൈസയും പിടിച്ചു വെച്ചിട്ട് ചോദിക്കുമ്പോ
എനിക്ക് പോകണം. അദ്ദേഹത്തിന് വിട്ടു. ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ ഇത് എത്ര ദിവസമായി നിങ്ങളുടെ പുറകെ നടക്കുന്നത്? എവിടെ നടന്നു പോന്നേ? ബസ്സിന് തടയാൻ ആർക്കും അധികം അവകാശമില്ല. നമ്മുടെ അവകാശം ഡോക്ടറാണോ? ശമ്പളം കുറച്ച് ഉള്ളപ്പോ നമ്മളിന്ന് 61ാമത്തെ ദിവസമാണ് സമരത്തിന്. ബാക്കി 6 ഹോസ്പിറ്റലാണ് സമരത്തിലുള്ളത്. 5 ഹോസ്പിറ്റൽ ഇന്നലെ സൈൻ ചെയ്തു. അപ്പോൾ കൊയിലിക്കാർ മാത്രമാണ് സൈൻ ചെയ്യാത്തത്. മെഡിക്കൽ സൂപ്രണ്ടാണ് സമ്മതിക്കാത്തതെന്നാണ് നമ്മളെടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഉച്ചവരെ ഇവിടെ സമരം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അയാളോട് സംസാരിക്കാൻ വേണ്ടി അയാൾ സംസാരിക്കാൻ നിന്നില്ല. നമ്മളപ്പോൾ തടഞ്ഞു. ദേഹത്തോട്ടൊന്നുമില്ല, പക്ഷേ അയാൾ എല്ലാവരെയും അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ എല്ലാം മേത്തോട്ട് തള്ളിയിടുകയെല്ലാം ചെയ്തു. 3 കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു തീരുമാനം എടുക്കുന്നില്ല. ഇനി അവർ പറഞ്ഞ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാനാണ്. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും സാലറി ഇല്ല. എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും കുടുംബവും കുട്ടികളും എല്ലാമായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രീത ഇവിടുത്തെ MD ആണ് പ്രീത എൻ്റെ ഹസ്ബൻഡാണ് ആ ഡോക്ടർ. അവരെ ഉപരോധിക്കാൻ വേണ്ടി നമ്മൾ OPൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. അവരെ ഒപ്പുവെക്കാതെ നമ്മളിവിടുന്ന് പോകില്ല എന്തായാലും. അടിച്ചു. 3 കുട്ടികളെ അടിച്ചു. എല്ലാവരെയും തള്ളിയിട്ട് നല്ല അഗ്രസീവായിട്ടാണ് അയാൾ ബിഹേവ് ചെയ്തത്. കൈവച്ചിട്ടാണ് അടിച്ചത്. കൈവച്ചിട്ട് അടിച്ചു. പോലീസുകാരൊന്ന് തടഞ്ഞു നിർത്തിയിട്ടാണ് പിന്നെ അയാളെ ഓട്ടോയിൽ കയറ്റി വിടുക ചെയ്തത്. നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അയാളോട് നിൽക്കാൻ വേണ്ടി അയാൾ നിൽക്കുന്നില്ല. അയാൾ കാറിൽ കയറി പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മളോട് സംസാരിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അയാൾ ഓടിയിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് കയറി ഗേറ്റിൽ നിന്ന് കുറേ ചീത്ത വർത്തമാനങ്ങളെല്ലാം പറഞ്ഞു അയാൾ ലേഡീസിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ എല്ലാവരും തള്ളി മാറ്റി. കുറേ ആൾ അടിച്ചു, മുഖത്തെല്ലാം അടിച്ച്, ചെസ്റ്റിലെല്ലാം അടിച്ചു കുറേ ആൾക്കാരത്. അവർ 3 പേര് ഇപ്പോൾ അഡ്മിറ്റ് ആയിട്ടാണ് ഉള്ളത്. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഉപരോധിക്കാൻ നിന്നത്. പരാതി കൊടുക്കാൻ പോയിട്ടുണ്ട്. ആംബുലൻസ് തള്ളിക്കൊണ്ടുപോയതല്ല. ഒരു പ്രൈവറ്റ് ബസ് ഒരു പേഷ്യൻ്റ് സീഷറായിട്ട് വന്ന സമയത്ത് ഓൾറെഡി സമരപ്പന്തലിൻ്റെ മുന്നിൽ പന്തൽ കെട്ടുന്ന സമയം പോലെ ഇവർ ആംബുലൻസ് ഇടുന്നുണ്ട്. നമ്മൾ അന്ന് മുതലേ പറയുന്നുണ്ട് ആംബുലൻസ് എടുത്ത് മാറ്റാൻ വേണ്ടി. അവർ മാറ്റിയിട്ടില്ല. ഇന്ന് കൊണ്ടുവരുന്ന സമയത്ത് അത് ബസ്സാണ്. അതിൻ്റെ ഇപ്പുറത്ത് വേറെ വാഹനങ്ങൾ കിടപ്പുണ്ട്. ആ ബസ്സിന് ആ പേഷ്യൻ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിട്ടില്ല. കുറേ സമയം ലേറ്റായി. ആ പേഷ്യൻ്റ് നല്ല ബുദ്ധിമുട്ടായി. ആ സമയത്ത് പോലീസുകാർ പറഞ്ഞിട്ടാണ് അവരത് മാറ്റിയിട്ടു. ആ ബസ് ആ പേഷ്യൻറ്റിനെ ആക്കി എമർജൻസിയിലാക്കിയ ബസ് പോയ പാട് ഇവർ പിന്നെ ആംബുലൻസ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടു. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞത് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയില്ല. ലാസ്റ്റ് പോലീസിൻ്റെ സഹായത്തോടെ അവർ തന്നെയാണ് അതിൻ്റെ ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മാറ്റിയിട്ടത്. നമ്മൾ തിരിച്ചടിച്ചിട്ടില്ല. നമ്മളെ തള്ളി നമ്മൾ അടിക്കില്ല. നമ്മൾ അങ്ങനെ നല്ല ഗാന്ധിയ മാർഗത്തിലാണ് ഈ സമരം പോയിക്കൊണ്ടത്. ഇത്രയും നാളായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് പോലും നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ നല്ല രീതിയിലാണ് സമരം ചെയ്തുകൊണ്ടിരുന്നത്. ഇവരാണിത് ഇത്രയും വഷളാക്കിയത്. ഈ OPൻ്റെ ഉള്ളിൽ കയറി ഇത്രയും പേഷ്യൻസിന് ബുദ്ധിമുട്ടാക്കേണ്ട കാരണക്കാർ ഇവർ തന്നെയാണ്. തിരിച്ചടിച്ചിട്ടില്ല. ഉപരോധം തുടരും. തീരുമാനമാവുന്നോടം വരെ ഇന്ന് ഇവിടുന്ന് ആരും പോകില്ല.